പത്മനാഭ സ്വാമി ക്ഷേത്രം കുറേ അതിൻ്റെ പുറകിൽ കുറേ നിഗൂഢതകളുണ്ട്. ഒരു കടലിൻ്റെ അടിയിലേക്ക് നിലവറകളൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ. സോ നമുക്ക് ഡൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോണ സമയത്ത് അങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ. അതെന്താണെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് അത് മൺഭിത്തിയിലാണോ അതോ മറ്റെന്തെങ്കിലും മനുഷ്യ കല്ല് പോലുള്ള എന്തോ ഒരു സംഭവമാണ്. എൻ്റെ എൻഗേജ്മെൻറ്റ് ഇതിനു മുമ്പ് കഴിഞ്ഞതായിരുന്നു. ഞങ്ങളും പാരൻസിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് നടത്തി. ഞങ്ങൾ രണ്ടുപേരും അണ്ടർ വാട്ടറിൽ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാം ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അണ്ടർ വാട്ടറിനുള്ളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ആ ഒരു ലോകം എന്ന് പറയുന്നത്. രസമാണ്. അവിടെ പോയപ്പോൾ അമ്മയ്ക്ക് കുറച്ചൊരു ഇതുണ്ട്. കാരണം പറഞ്ഞ പോലെ പുരുഷന്മാർ മാത്രം ഉള്ളൊരു ഏരിയ. ഇനി അതിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതേസമയം നമുക്ക് ബ്രീത്തും കൂടെ കിട്ടുക എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കൂടി പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ റെഗുലേറ്ററൊക്കെ വെച്ചിട്ട് ഈ മാസ്ക് ഒക്കെ വെച്ച് അറ്റ് എ ടൈം ഞാൻ എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ആർക്കും നോർമൽ പറ്റില്ല വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ. സോ എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു. ആ ബ്രീത്ത് ചെയ്യുന്നതോടുകൂടി തന്നെ കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നു. ആദ്യം നമുക്ക് നമ്മുടെ പൂൾ ഉണ്ടല്ലോ, പൂൾ സെഷൻ ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് അധികം ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് അവിടേക്കാണ് ഇതിലുള്ള ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതുല്യ KV. അതെ. കൊമേഴ്ഷ്യൽ സ്കൂബ ഡൈവിങ്ങിൽ ഇന്ത്യയിലെ ആദ്യ ലൈസൻസ് നേടുന്ന വനിത. അതെ. ഇതൊരു ഏറെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്. നമുക്കൊക്കെ ഇഷ്ടമാണ് ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ. പക്ഷെ എനിക്ക് പണ്ട് മുതലേ ഭയമാണ്. കടലിൽ ചാടി അടിത്തട്ടിലെ കാഴ്ചകൾ കാണുന്ന ഈ ഒരു മനോഹരമായ ഡൈവിങ്. എന്നാൽ അതിൽ ഒരു കൊമേഴ്ഷ്യൽ ലൈസൻസ് നേടുന്നു. പാലക്കാട് പട്ടാമ്പി സ്വദേശിനിയാണ് അതുല്യ KV. പാലക്കാട് കടലില്ലാത്ത ഒരിടം. കൊച്ചിലെ പോലീസുകാരിയൊക്കെ ആകണമെന്നായിരുന്നു വലിയ ആഗ്രഹം. ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകണമെന്ന് ആഗ്രഹിച്ച അതുല്യ കൊമേഴ്ഷ്യൽ സ്കൂബ ഡൈവിങ്ങിൽ ലൈസൻസൊക്കെ എടുത്ത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിൻ ചെയ്യുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ ട്രെയിൻ ചെയ്യുന്നു. ഇത് കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ പോലെ മനോഹരമായ ഒരു ജീവിതാനുഭവം കൂടിയാണ്. അതുല്യയെ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. അതുല്യയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വരുന്നു, അതൊക്കെ കണ്ടു. ഗൂഗിളിൽ ഇന്ത്യയിലെ ആദ്യ കൊമേഴ്ഷ്യൽ സ്കൂബ ഡൈവിംഗ് ലൈസൻസ് കിട്ടിയ വനിത ആര് എന്ന് നമ്മൾ പരതുമ്പോൾ AI ഉൾപ്പെടെയുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളൊക്കെ അതുല്യയുടെ പേരും ഫോട്ടോയും നമുക്ക് കാട്ടിത്തരുന്നു. വളരെ മനോഹരമായി തോന്നുന്നു, വളരെ രസകരമായി തോന്നുന്നു. നമുക്ക് ജീവിതത്തെക്കുറിച്ച്, കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ വരാം. ആദ്യം നമുക്ക് ആ കൗതുകം നിറഞ്ഞ ലോകത്തെ ഒന്ന് പരിചയപ്പെടുത്തി. കടലിൻ്റെ അടിത്തട്ട് എങ്ങനെയാണ്? ആ കടലിൻ്റെ അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നൊരു ചിന്ത, താഴേക്ക് ഊർന്നു പോകുമ്പോൾ എനിക്കാണെങ്കിൽ വലിയ പേടി തോന്നും. എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഒരു ഉയരത്തിലേക്ക് പോയി താഴേക്ക് നോക്കിയാൽ പോലും വലിയൊരു പേടി തോന്നും. അപ്പോൾ 40 മീറ്റർ ഡൈവിംഗ് ആണ് സാധാരണ ഒരു ഗസ്റ്റ് ഡൈവിങ്ങിലൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ പരിശീലനം നേടുന്നത് 50 മീറ്റർ ആഴത്തിലേക്കാണ്. 50 മീറ്റർ ആഴം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക്. ഈ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ ദേഹത്തുണ്ട്, വലിയ ഘനവും ഭാരവുമുണ്ട്. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഡൈവിംഗ്? അത് ഒറ്റയടിക്ക് കടലിലേക്ക് താഴ്ന്നു പോകാൻ അന്ന് കഴിഞ്ഞിരുന്നോ? അന്ന് ഭയം തോന്നിയിരുന്നോ? ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കിങ്ങ് തുടങ്ങാം. ഓക്കെ. ഒരു പ്രത്യേകത കൂടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡൈവ് ചെയ്യുന്നത് ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. സോ എന്താ പറയുക, ഫസ്റ്റത്തെ ആ ഒരു കാഴ്ച കാണുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഇവിടുത്തെ കടലിലാണ് ഞാൻ, കോവളത്താണ് ഞാൻ ആദ്യം ഈ കടലിൻ്റെ ഒരു കാഴ്ച, അടിത്തട്ടിലെ കാഴ്ച ഞാൻ കാണുന്നത്. കാഴ്ചയോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതേസമയം നമുക്ക് ബ്രീത്തും കൂടെ കിട്ടുക എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കൂടി പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ റെഗുലേറ്ററൊക്കെ വെച്ചിട്ട് ഈ മാസ്ക് ഒക്കെ വെച്ച് അറ്റ് എ ടൈം ഞാൻ എൻ്റെ എനിക്ക്
മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ആർക്കും നോർമലാ പറ്റില്ല വെള്ളത്തിനടിയിൽ ബ്രീത്ത് ചെയ്യാൻ. സോ എനിക്ക് വെള്ളത്തിനടിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു. ആ ബ്രീത്ത് ചെയ്യുന്നതോടുകൂടി തന്നെ കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നു. നമ്മൾ വിചാരിക്കാത്തൊരു ലോകമാണ് കേട്ടോ. നിന്ന് പോയാലോ എന്നുള്ളൊരു പേടി ആദ്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും തരും. ആദ്യം നമുക്ക് നമ്മുടെ പൂൾ ഉണ്ടല്ലോ, പൂൾ സെഷൻ ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് അധികം ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് അവിടേക്കാണ് ഇതിലുള്ള ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു പേടി എന്ന് പറഞ്ഞത് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാരണം നമുക്കൊരു പേടിയായിട്ട് തോന്നിയിട്ടില്ല. പേടിയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് ഇതിൽ പോകാനും വേണ്ടി പറ്റത്തില്ല. സോ ഫസ്റ്റ് ടൈം ബ്രീത്തിങ്ങും കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു പേടി എനിക്ക് തോന്നിയിട്ടില്ല. പോകുന്തോറും ഇനിയും താഴത്തേക്ക് പോകണം, ഇനിയും താഴത്തേക്ക് പോകണം, എന്താണ് ഇനിയും എന്നുള്ള ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എന്താ പറയുക, പത്മനാഭ സ്വാമി ക്ഷേത്രം കുറേ അതിൻ്റെ പുറകിൽ കുറേ നിഗൂഢതകളുണ്ട്. ഒരു കടലിൻ്റെ അടിയിലേക്ക് നിലവറകളൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ. സോ നമുക്ക് ഡൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോണ സമയത്ത് നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും അതിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉണ്ട് നമുക്ക് കോവളത്തിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു ഏരിയ ഉണ്ട്, അങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ. അതെന്താന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ചിലർ പറയുന്നു അത് അമ്പലത്തിലെ ആണെന്നൊക്കെ പറയുന്നു. നമ്മൾ അത് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. അതാണ് പറയുന്നത്, കടലിനടിയിൽ ഭയങ്കര ഇല്ല, അത് ഒരു കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് മൺഭിത്തിയിലാണോ അതോ മറ്റെന്തെങ്കിലും കല്ല് പോലുള്ള എന്തോ ഒരു സംഭവമാണ്. നേരിട്ട് കണ്ടു എത്ര വട്ടം? ഒരു തവണ. അത് അങ്ങോട്ട് പോണത് തന്നെ ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് അതിനെക്കാട്ടിയും അതൊരു മിത്തല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. എന്തോ ആണ്. അത് മാത്രമൊന്നുമല്ല, എനിക്ക് അതിലും എക്സൈറ്റഡ് ആയി തോന്നിയത് അതേ പോയിന്റിലാണ് ഇത് കണ്ടത്. അല്ല, ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കോവളം ലീല ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ടേണിങ്ങിലാണ് ഈ പറയുന്ന ഒരു ഇതുള്ളത്. പക്ഷെ അവിടേക്ക് പോകുന്തോറും നമ്മളെ കടല് വല്ലാതെ ഒരു അതെ ആണ്. സോ അങ്ങോട്ട് പോകാൻ പലരും പേടിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങോട്ട് പോയിട്ടുള്ള പറയുന്നു. സോ അതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക, അവിടേക്ക് പോയിട്ടുള്ള ഒരു ടീമിന് ഇതുപോലെ വഴിതെറ്റി അവരെല്ലാവരും പിന്നെ വേറെ അപ്പുറത്തെ കരയിൽ പോയി കയറേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനിത് കോഴിക്കോട് ഞാൻ ഇതുപോലെ ഡൈവ് ചെയ്ത സമയത്ത് തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ ഈ കോവളത്ത് സ്കൂബ ഡൈവിങ്ങിൽ, അതെന്തായിരുന്നു? കടലിൽ നമുക്ക് കാണാനൊക്കെ കഴിഞ്ഞ ഒരു ദൃശ്യഭംഗി വിവരിക്കാൻ കഴിയുമോ? അത് ആക്ച്വലി കുറേ മെയിനായിട്ട് ഇവിടെ ഭയങ്കര ഫിഷ് ലൈഫ് ഉണ്ട് നമുക്ക്. സോ ആ ഫിഷ് ലൈഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളതിനെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേരളത്തിൽ ഇത്രയും വിസിബിലിറ്റി ഉണ്ടാവും, ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള. ചെറുതും വലുതും എല്ലാം. സംടൈംസ് അങ്ങനെ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമ്മളതിനെ അവരെന്താ വിചാരിക്കുന്നത്, നമ്മളെന്തോ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന എന്തോ ആണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ അവർ സ്വയം രക്ഷയ്ക്കും അല്ലെങ്കിൽ അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല. അപ്പോൾ അതിൽ ചിലപ്പോൾ അപകടം പറ്റാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. പിന്നെ അറിയാം ഇതന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. അത് പറയാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങളും എനി ടൈം നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഇതാണ്. സോ അതെല്ലാം മറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നത്. സോ അപ്പോൾ പിന്നെ സ്രാവിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടാവുമോ അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാവുമോ എന്നുള്ളത് പ്രതീക്ഷിക്കാം. എനി ടൈം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു കടലിലേക്ക് ഇറങ്ങുവാണെങ്കിൽ പോലും നമ്മൾ അവിടെയുള്ള ആളുകളുടെ അടുത്ത് ലോക്കൽസിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ ഷാർക്ക് വരുന്ന ഏരിയ അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന രീതിയിൽ ഇവിടെ കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവരവിടെയുള്ള ആളുകളാണ്. സോ അവർക്കറിയാം അവിടെ ചുഴിയുണ്ടോ അല്ലെങ്കിൽ സ്രാവിനെയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളടുത്ത് പറയും അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ആ ഏരിയ നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് പോവുക. സോ സേഫ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ്റ്റി വിട്ടുള്ള ഒരു കളിയും ഒന്നിലും പാടില്ല. പല അപകടങ്ങൾ പോലും സംഭവിക്കും. ഇപ്പോൾ കുട്ടികൾ അവിടെ വെക്കേഷന് പോയിട്ട് മുങ്ങി മരിക്കണമെന്ന് പറയുന്നു. അവിടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡ് ചവിട്ടി പൊളിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാതിരിക്കുക. വെള്ളത്തിൽ പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. നമ്മൾ പിന്നെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ചും കൂടി സേഫാണ്.
ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ പവിഴപ്പുറ്റുകളും വർണ്ണാഭമായ ലോകവുമാണ് ഈ തിരുവനന്തപുരത്തെ ഈ കോവളത്തെ കടൽ അടിത്തട്ടിലുള്ളത്. അതെ, ഇവിടെ കോറൽസ് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ കോറൽസ് ജസ്റ്റ് ഇങ്ങനെ പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതേ ഉള്ളൂ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കടലൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ കോറൽസിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് അണ്ടർ വാട്ടറിൽ കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് കവറുകൾ, സ്നെഗികൾ, സ്ത്രീകൾ യൂസ് ചെയ്യുന്ന പാഡുകൾ, അങ്ങനെയുള്ള പലതുമാണ് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം നമ്മുടെ BCDയിൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ബാഗിൽ നമ്മളത് എടുത്ത് പുറമെ കൊണ്ടുപോയിട്ട് നമ്മളത്. പക്ഷെ കടലിന്റെ അടിത്തട്ടിലുള്ള ഈ വേസ്റ്റ് അത്രമാത്രം നമുക്ക് മനുഷ്യ സാധ്യമാണ് എടുത്തു മാറ്റാൻ ഇല്ല. പക്ഷെ ഒന്നെങ്കിൽ ഒന്ന് നമുക്ക് എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡൈവിങ്ങിലുള്ളവർക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്ക് അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. കാരണം എല്ലാം കൊണ്ടുപോയി തള്ളുന്നത് അതിലാണ്. ഇത് നമ്മുടെ ഈ പറയുന്ന ഫിഷിൻ്റെ ഒക്കെ ആവാസ വ്യവസ്ഥേനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അവർ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. സോ അത് എന്ത് ചെയ്യും, ആ ഒരു ഏരിയ തന്നെ നശിച്ചു പോകാനുള്ള ഒരു ചാൻസസിലേക്കാണ് പോകുന്നത്. ഏറ്റവും വർണ്ണാഭമായ ഒരു കാഴ്ച ഏത് ഡൈവിംഗ് മേഖലയിൽ നിന്നാണ് ലഭിച്ചത്? ഓക്കെ, എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാഴ്ചകളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ കടലില്ലാത്തൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. സോ എല്ലാം ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ജോലി കിട്ടുന്നത് ആൻഡമാനിലായിരുന്നു. ഞാൻ അവിടെ പോയി ഞാൻ ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ കഴിക്കുന്ന ചാള, മത്തി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള പേരിൽ അറിയപ്പെടുന്ന ഇതൊരു കൂട്ടം എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഡൈവ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയും കാലം ഇത് വറുത്ത് നിന്നിരുന്ന ഞാൻ ഇതിൻ്റെ കൂടെ ഡൈവ് ചെയ്യുന്നു. ഇത് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ കളർഫുള്ളായി. സൺലൈറ്റ് അതിൻ്റെ ഒരു കാരണമാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്കിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന വസ്തുക്കളെ നമുക്ക് വലുതായിട്ടും അതുപോലെ തന്നെ കളർഫുള്ളായിട്ടൊക്കെ തോന്നും. സോ അതേ ഞാൻ പറഞ്ഞത്, അത്രയും കാലം കറി വെച്ചും കഴിച്ചിരുന്ന മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മത്സ്യം നമ്മുടെ കൂടെ ഒരു കൂട്ടമായിട്ട് നമ്മുടെ കൂടെ, ഞാൻ ഡൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് ഒരു മീനിനെ പോലെ തന്നെയാണ് ഞാനും. അതിനെപ്പോലെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നത്തോലി എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര, ഇവരിങ്ങനെ വെട്ടി ഇങ്ങനെ പോകും. അപ്പോൾ ഈ സൺലൈറ്റും കൂടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് വൺസ് ഇൻ എ ലൈഫ് എല്ലാവരും ഒന്ന് ഡൈവ് ചെയ്യണം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട് വന്നോ? ഫസ്റ്റ് ടൈം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ലൊരു മീൻ കഴിക്കുന്ന ഒരാളായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. പിന്നെ ഇപ്പം എല്ലാം കഴിക്കണം, നമ്മുടെ ബോഡിക്ക് വേണ്ട കാൽസ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഫിഷ് കഴിച്ചേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ ഡൈവിങ്ങിൽ അമൂല്യമായ എന്തെങ്കിലുമൊക്കെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ലഭിക്കുമോ? അതിൻ്റെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കോഴിക്കോട് ഇതുപോലെ ഡൈവ് ചെയ്ത സമയത്ത് ആ ഒരു ഡൈവ് സ്പോട്ട് എന്ന് പറയുന്നത് കുഞ്ഞാലിമരക്കാർ ഹൈഡ് ചെയ്തിരുന്ന സ്ഥലമാണ്. സോ അന്ന് ഞാൻ അവിടെ ഡൈവ് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ എന്തായാലും ഒരു ഡോറോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു നിധിയോ, അതൊരു പാറക്കെട്ടാണ്. ഫുൾ അറിയില്ല. ചിലപ്പോ അങ്ങനെയല്ല, ചിലപ്പോ കടല് അതായത് ഓരോ ഇതും കൂടി കടല് കേറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അന്നത്തെ സമയത്ത് ഭാഗമായിരിക്കാം അത്. ഫുൾ ഒരു കല്ല് ഉള്ളൊരു ഏരിയ, ഒരു 1 കിലോമീറ്റർ പറയാം, അത്ര ഉണ്ടാവില്ല എങ്കിലും അത്രയും ചുറ്റളവിൽ പാറക്കെട്ടാണുള്ളത്. നമുക്ക് പീരങ്കിയൊക്കെ ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് വന്നിട്ടുള്ള പോയിന്റ് ചെയ്തിട്ടുള്ള ഹോൾസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും കരയുടെ ഭാഗം പിന്നീട് കടലായി മാറിയതായിരിക്കാം. അതിനകത്തേക്ക് നമുക്ക് കടക്കാനൊന്നും മാർഗ്ഗമില്ല. ഇല്ല, കുറച്ചിങ്ങനെ മണൽ വന്നിട്ട് ഇങ്ങനെ ആ സൈഡിലേക്ക് അടഞ്ഞേക്കും. ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇതാക്കി നമുക്ക് ചിലപ്പോൾ ഈ മറ്റേ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഉണ്ടായിരിക്കും. എനിക്കിപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇനിയും ഡൈവ് ചെയ്തിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ലോകത്തെ അറിയിക്കാം. ഇതൊന്നും ഒന്നും വേണ്ട, ഞങ്ങളൊന്നും കടലിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒരാൾക്കാരല്ല. ഇവിടെ ഒരു കക്ക് പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇങ്ങനൊരു ലോകം, അതിനുള്ളിൽ എന്തോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അതെനിക്ക് കൊണ്ടുവരണം എന്നുള്ളത്, പുറത്ത് കൊണ്ടുവരണം. അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അത് കോവളത്ത് ഡൈവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, അവിടെ ഡൈവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ബോട്ടുകൾ, ഷിപ്പുകൾ, അതിൻ്റെയൊക്കെ നമ്മൾ വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഷിപ്പ്റൊക്കെ കാണുന്നതാണ്. അത്തരം എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കടലുകൾ ഉണ്ട്. കേരളത്തിലുണ്ട്. അഞ്ചുതെങ്കിലും നമ്മൾ ഒരു ഷിപ്പ് ഇതുപോലെ മുങ്ങിപ്പോയിട്ടുണ്ട്. അത്
എക്സാക്ട് ഇയർ എനിക്കറിയില്ല, ഒരു 5000 ആണോന്ന് എനിക്കറിയില്ല. അന്ന് മുങ്ങിപ്പോയിട്ടുള്ള ഒരു ഷിപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഡൈവ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഷിപ്പിനകത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? പറ്റും. അത് വലിയൊരു കുറച്ചങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള ഫിഷ് ലൈഫ് കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഈ ഷിപ്പൊക്കെ മുങ്ങിപ്പോകുമ്പോഴും അവിടെ വേറൊരു എന്താ പറയുക, ഒരു ഫിഷ് ലൈഫ് നമ്മൾ രൂപപ്പെടുകയാണ്. ഒരുപാട് വെറൈറ്റി ഫിഷുകൾ എല്ലാം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ. മീനല്ലാത്ത എന്തൊക്കെ ജീവികൾ അവിടെ ഉണ്ട്? മീനല്ലാത്ത ഇവിടെ ഇപ്പോൾ കോറൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈല് പോലുള്ള ഇതുണ്ട്, സ്നേക്കിനെ കാണാം നമുക്ക്. ഇത് വിഷമുള്ളതാണോ? വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്നേക്ക് എന്ന് പറയുന്നത്. ഇല്ല, ടെൻഡൻസി ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ഇവരുടെ ലോകത്ത് എൻജോയ് ചെയ്യാണ്. നമ്മൾ അങ്ങോട്ട് ഉറപ്പാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ 360 വേണം നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇത് മാത്രം എൻ്റെ ദിശയല്ല, എനിക്ക് ഈ സൈഡിൽ നോക്കണം, ഈ സൈഡിലേക്ക് നോക്കണം, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഫിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് പാസ് ചെയ്ത് പോയി, പക്ഷെ ആ ഫിൻ എവിടെയെങ്കിലും തട്ടി ഇതിനെ മേത്തൊക്കെ തട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നൊന്ത് അത് എന്തായാലും നമ്മളതിനെ അറ്റാക്ക് ചെയ്യും. സോ നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എവിടെയും നമ്മുടെ ബോഡി എവിടെയും ടച്ച് ചെയ്യാണ്ട് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് വിചാരിക്കാം, നമ്മളത് പോയി തൊട്ട് നോക്കുക. ഈ സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ കൈ വരെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് വരും. അത്രയും പോയിസൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ തെരണ്ടിയുടെ വാലിലൊരു മുള്ളുണ്ട്, നമ്മുടെ കാല് വരെയൊക്കെ പാരലൈസ് ആയി പോകുന്ന സിറ്റുവേഷൻസ് വരും. ആ മുള്ള് കൊണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണോ അത് പാരലൈസ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. കോവളത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ലയൺ ഫിഷ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൻ്റെ ചിറകുകളിലെല്ലാം ഇതുപോലെ സൂചികളാണ്. സോ പക്ഷെ അതൊക്കെ അവരവരുടെ പാട്ടിന് പോവായിരിക്കും. നമ്മളിത് അശ്രദ്ധ മൂലമാണ് ഇതിൻ്റെ മേലെ തട്ടുന്നതും. ആ മുള്ളൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ. കടലിലെ പ്ലാന്റ്സിന്റെ ഒരു നേച്ചർ എന്താണ്? ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വലിയ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ സ്കാൽപ്പ് എന്തൊരു പേരുണ്ട്, പച്ച ഉണ്ടായിരിക്കും, ഒരു തരം കാപ്പി കളർ ഉണ്ടായിരിക്കും, അങ്ങനെ ആയിട്ട് പലതരത്തിലുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാണുന്ന സിയോച്ചിനൊക്കെ ഇവിടെ നമ്മളൊരു ബ്ലാക്ക് കളറിലെ സിയോച്ചിനെ കണ്ടിട്ടുള്ളത്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു തരത്തിലൊരു പിങ്ക് കളറുള്ളത് കാണും. ഈ പിങ്ക് കടലിൻ്റെ അടിയിൽ ഇങ്ങോട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അത് പറയാൻ പറ്റില്ല ആ ബ്യൂട്ടി. അത് സൺലൈറ്റും എല്ലാം കൂടി ഉണ്ടാവുന്ന സമയത്ത് എന്താ പറയുക, ഒരു എനിക്കറിയില്ല അത് പറയാൻ എന്നത്. അത്രയും കളർഫുൾ ആയിട്ടുള്ള ലോകമാണ് കടലിൻ്റെ അടി എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തായിരുന്നു മാർഗം? അതിനുള്ള പണച്ചെലവ്, യാത്രാ ചെലവ് ഒക്കെ ഇല്ല. ഇതൊരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ പോകുന്നതാണോ, അതോ ഇതിനപ്പുറം ഇതിൽ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ വശമുണ്ടോ? അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഫീൽഡിലേക്ക് ഒട്ടും വരില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് ഒരു ചെറുപ്പത്തിലൊരു അംബീഷൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പോലീസ് ആവണം അല്ലെങ്കിൽ വക്കീലാവണം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഡൈവിങ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ടീച്ചർ പറഞ്ഞ ഒരു വേർഡിൻ്റെ പുറത്തുനിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡൈവിങ് തിരഞ്ഞെടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ പുരുഷന്മാർ ജോലി ചെയ്യുന്നു, സ്ത്രീകളില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റുമോ, ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂബ ഡൈവിങ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 3-4 ഇയേഴ്സുമായിട്ട് വർക്ക് ചെയ്തു. 3 ഇയേഴ്സ് ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിലാണ് കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൻ്റെ ഏരിയാസ് വരുന്നത്. സോ അവിടെയുള്ള കമ്പനി വന്നിട്ട് സംസാരിച്ച് അവർ വളരെ യാദൃശികമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്തത്, അതിലിതുപോലെ നമ്മുടെ ടീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ മുമ്പിൽ പണം ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ലക്ഷത്തിന് മേലെ, ഒരു 12 ലക്ഷം എല്ലാം കൂടിയിട്ട് നമുക്കാവും. അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു 2 ഇയേഴ്സ് ഗ്യാപ്പിൽ ഞാൻ എന്തായാലും എമൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നമ്മൾ അതിലേന് സ്പോൺസർ ചെയ്യാണെന്ന് പറഞ്ഞിട്ട്, എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് എന്നെ സ്പോൺസർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഫ്ലൈറ്റ് ആയിക്കോട്ടെ എല്ലാം, എനിക്ക് ഒരു ചിലവിൻ്റെയും ആവശ്യം വന്നിട്ടില്ല. അവിടെ പോയി പഠിച്ചു, സാലറിയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് എത്തിപ്പെടുന്നത്. അടിപൊളി ജീവിതമായിരുന്നു. പ്രണയിച്ച പെൺകുട്ടി എന്നൊക്കെ കേട്ടതുപോലെ ഇത് കടലിനെയാണോ പ്രണയിച്ചത് അതോ സ്കൂബ ഡൈവിങ്ങിനെയാണോ പ്രണയിച്ചത്? സത്യത്തിൽ പറയുമ്പോൾ ഡൈവിങ്ങിനെ ആയിരിക്കാം ഞാൻ പ്രണയിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നീട് ഇന്നിപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം
ഇല്ലാണ്ട് പറ്റില്ല. കടലിനോടൊരു പ്രണയം. അയ്യോ, ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ ഈ എന്താ പറയുക മദ്യപിച്ചിട്ടില്ലെങ്കിൽ കൈ വരയ്ക്കുന്ന അറിയില്ലേ, എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ ഡൈവ് ചെയ്തില്ല എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. എനിക്ക് ഒരുമാതിരി ഡൈവ് അങ്ങോട്ട് ചെയ്താൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ കടലൊരു വലിയ ആകർഷണമാണ് എന്ന് പലരും പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില ആത്മഹത്യ ചെയ്യാൻ കടൽ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പൊ കടൽ വല്ലാതെ നമ്മെ ആകർഷിക്കും. കടലിന് അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ പോലും വല്ലാത്തൊരു ആകർഷണീയത 2 തലത്തിലുണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആകർഷണം. ഈ ആകർഷണം പണ്ട് മുതലേ ഉണ്ടോ കടലിനെ കാണാതെ വളർന്ന അതുല്യക്ക്? ഞങ്ങള് കടൽ കാണാൻ ഏറ്റവും കൂടുതൽ പൊന്നാനി, ഞങ്ങൾക്ക് പട്ടാമ്പിക്കാർക്ക് കുറച്ചും കൂടി എളുപ്പം പൊന്നാനി സൈഡാണ്. സോ അമ്മ വീട് പൊന്നാനി സൈഡിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു. പണ്ട് പറയുന്ന പോലെ ആന, പിന്നെ അതുപോലെ തന്നെ കടൽ, ചെറിയ കുട്ടികൾ, നമ്മൾ എത്ര നോക്കി നിന്നാലും നമുക്ക് മതി വരില്ല, നമുക്ക് പോകാൻ തോന്നിയില്ല. പിന്നെ ഇപ്പോൾ വീട്ടിൽ കയറണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. എത്ര നോക്കി നിന്നാലും നമുക്ക് മതി വരില്ല. അന്ന പോലെ എൻ്റെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ പൊന്നാനി ബീച്ചിലൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ പോലും ഈ കടലിൻ്റെ അടി എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്താ വിചാരിക്കുന്നത്, വെള്ളത്തിൻ്റെ അടിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാസ്ക് വെക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ വേറെ എന്നുള്ളത് ഞാൻ ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുവരെ തിരമാല, വലിയ തിരമാലയെ വെയിറ്റ് ചെയ്യുന്നു, മറ്റേ കടലമ്മ ദുഷ്ടത്തി എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഓടിക്കളിക്കുന്നു. അത്ര ഒരു ബാല്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചിന്തിച്ചിട്ടില്ല ഇതിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് പല ഹിസ്റ്ററിയും പുറത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഓരോ ഡൈവും. എനിക്ക് ഭയങ്കര നെക്സ്റ്റ് എന്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഹിസ്റ്റോറിക്കലായിട്ട് പല സാധനങ്ങളും നമുക്ക് കിട്ടും അതിൻ്റെ അടിയിൽ നിന്ന്. ഒന്നും വേണ്ട, ഈ കോളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടോത്തരം ചെയ്ത മുട്ടകൾ കിട്ടും. അത് കൊണ്ടുപോയി ഇടും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും കൂടോത്തരം നമ്മുടെ കയ്യിലാണല്ലോ വരുന്നത്. നമുക്കതിൽ അങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം നമ്മളത് നോക്കും. അതിൽ കുറേ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കടലിനടിയിൽ കിടക്കുന്നുണ്ട്, വിഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട് പല രീതിയിൽ. കോവളത്തിന് ഒരു വിഗ്രഹമുണ്ട്, ആൻഡമാനിൽ വിഗ്രഹമുണ്ട്. കോവളത്തെ വിഗ്രഹം നമുക്ക് ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അതിനൊന്നും ടച്ച് ചെയ്യാനോ ഞങ്ങൾ ഒന്നും എടുക്കാനോ പോയി. ഞങ്ങൾ ചെയ്യാം നമ്മുടെ എത്തിക്സ് സംഭവിക്കാറുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ എത്തിക്സ് നമുക്കൊന്നും ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. കല്ലാണോ അതോ വെങ്കലത്തിലാണോ? ഒരു ലോഹം പോലുള്ള അത്യാവശ്യം ഒരു വലിപ്പമുള്ളതാണ്. അങ്ങനെ ഇനിയും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മളുള്ളത്. സോ എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഓരോ നിലവറ തുറക്കാത്തത് എന്താണ്, അത് കടലിലേക്കുള്ള ഓപ്പണിംഗ് ആണെന്നോ വെള്ളം കയറുന്ന എന്തൊക്കെയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ. സോ ഉണ്ട്. കടലിനടിയിൽ പോയി നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമ്മൾ ബോയൻസി കറക്റ്റ് ചെയ്യും. നമ്മൾ BCD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ BCD എന്ന് പറയുന്നത് ബോയൻസി കൺട്രോൾ ഡിവൈസ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, എയർ ഇൻഫ്ലേറ്റ് ചെയ്യാനും ഡീഫ്ലേറ്റ് ചെയ്യാനും പറ്റും. സോ നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നു. ബോട്ടം ടച്ച് ചെയ്യാറാവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ കുറച്ചും കൂടി എയർ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബോയൻസി കറക്റ്റ് ചെയ്തിട്ട്, ഇതിപ്പോൾ ബോട്ടം ആണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റും നമുക്ക്. അതാണ് ബോയൻസി കറക്റ്റ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടച്ച് ഇവിടെ ഉള്ളതൊന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, ഒന്നുമില്ല. മീനൊക്കെ പോകുന്നില്ലേ, അന്ന പോലെ തന്നെ നമ്മൾ പോകും. മീനിങ്ങനെ എല്ലായിടത്തും തട്ടിയിട്ടൊന്നുമല്ലല്ലോ പോകുന്നത്, ഒരു നാക്കിലല്ലേ പോകുന്നത്. എന്നപോലെ നമ്മൾ ബോയൻസി കറക്റ്റ് ചെയ്ത് പോകുന്നു. കടലിൽ ധാരാളം പേര് അപകടത്തിൽപ്പെടുന്നുണ്ട്. അവരെ രക്ഷിക്കാനേ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ ഉണ്ട്. പക്ഷെ അവര് വേണ്ടത്ര എക്യുപ്ഡ് ആണോ? ഇത്തരം സംവിധാനങ്ങളോടുകൂടി വേണ്ടേ കടലിലേക്ക് ചാടി ഇവരെ രക്ഷപ്പെടുത്തുന്നത്? ഇവരും അപകടത്തിൽപ്പെടും. അതെ, അത് നമുക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഒരാൾ കടൽ എന്നല്ല, വെള്ളം ആയിക്കോട്ടെ, എന്തിലേക്ക് ഇറങ്ങി ചാടുന്ന സമയത്ത് നമ്മൾ എടുത്ത് ചാടും. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് സേഫ്റ്റി, നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആദ്യം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ്. ആദ്യം എന്തെങ്കിലും ഒരു സാധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ കയാക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതുപോലെ റിംഗ് ബോസ് ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കൊടുക്കുക, കയർ എറിഞ്ഞു കൊടുക്കുക, ആളുകളെ വിളിച്ചു കൂട്ടുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും എടുത്ത് ചാടരുത്. ചാടി അയാൾ അപകടപ്പെട്ടതിനൊരു കാരണം അവിടെ ഉണ്ടാവും, ഒരു റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചുഴിയോ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത നിലോ അല്ലെങ്കിൽ കറണ്ട് ഉണ്ട്. നമ്മൾ ഇങ്ങനെ കാണുന്നത് പോലെയല്ല, ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട്. അതായത് അടിയൊഴുക്കിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വലിച്ചു കൊണ്ടുപോകും, പിടിച്ച് നമുക്ക്. അപ്പം നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്തും ആ കറണ്ടിൽ പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇത് കൊണ്ടുപോകും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഡൈവ് ചെയ്ത് കോഴ്സ് എത്രയോ തവണ ഞാൻ ആൻഡമാനിൽ നമുക്ക് ഒരു റെഡ് പില്ലർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കറണ്ടിൻ്റെ ഏരിയയാണ്, പക്ഷേ അവിടെ കുറേ കാഴ്ചകൾ കാണാനും ഉണ്ട്.
പോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നല്ല കറണ്ട് കിട്ടി, ഇത് അപ്പുറത്ത് കപ്പൽച്ചാലുണ്ട്, അവിടെ വരെ നമ്മളെ കൊണ്ടുപോയി. അടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? കപ്പൽച്ചാല് ചിലപ്പോൾ കപ്പൽ വരുന്ന സ്ഥലമായിരിക്കാം, അറിയില്ല. ഈ കറണ്ട് അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകും. ഉയർന്നു വരുമ്പോ അതൊരു കപ്പൽച്ചാലിലോ മറ്റോ ആകുമോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, നമ്മള് ദിശ കിട്ടുമോ? അതൊക്കെ അറിയാം നമുക്ക്. അതെ, നമ്മൾ ഒരു പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ആദ്യം ആ ഒരു സൈറ്റിന്റെ ഇത് മാപ്പ് വരപ്പിക്കും. ആദ്യം അവിടെ പോയിട്ട് നമ്മൾ ഇന്നതൊക്കെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യും. അങ്ങനെ നമ്മളൊരു മാപ്പിംഗ് സിസ്റ്റം നമുക്ക് ഇതിൽ പഠിക്കാൻ തന്നെയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡൈവ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ നമുക്ക് ഡൈവിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലാഗ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡൈവ് ചെയ്യുന്നതിൻ്റെ മേലെ നമ്മളിതിങ്ങനെ ഉയർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഫ്ലോട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വെക്കും. സോ ഇപ്പോൾ ഈ ബോട്ട് ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും, ഇന്ന സിഗ്നലുകൾ കാണുന്ന സമയത്ത് ആ ഏരിയാസിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് പറയും. ഇപ്പോൾ കോവളത്ത് നമ്മൾ ഡൈവ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ബോട്ടിങ്ങിൻ്റെ പരിപാടിയും കൂടി അവിടെ നടക്കുന്നുണ്ട് അല്ലേ, സ്പീഡ് ബോട്ടും കൂടി നടക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഡൈവിൻ്റെ ഫ്ലാഗ് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. അത് നമ്മൾ ഈ മറ്റേ ബോ ഉണ്ടായിരിക്കും, ബോയിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളത് ബോ ഉണ്ട്, അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുണ്ടായിരിക്കും. അപ്പം അത് കണ്ടാൽ ഇവർക്ക് അറിയാം ഇവിടെ ഡൈവിങ് നടക്കുന്നുണ്ട്. നമുക്ക് ഡൈവിങ്ങിൻ്റെ ഫ്ലാഗ് തന്നെ ഉണ്ട്. സോ അത് വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാം ഡൈവേഴ്സ് അണ്ടർ വാട്ടറിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സിഗ്നലാണത്. നമ്മൾ എപ്പോൾ പോകുമ്പോഴും നമ്മളിത് ചെയ്തു വെക്കില്ല. ഇത് ചെയ്യാണ്ട് പോകുമ്പോൾ ഇവർക്ക് അറിയത്തില്ല ഇവിടെ ഡൈവേഴ്സ് ഉണ്ട് എന്നുള്ളത്. അതിലേക്ക് ശേഷം വേറെ ആരെങ്കിലും കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് ഇവിടെ എടുത്തോ, കേരളത്തിലെടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. ഇന്ത്യയിൽ വേറെ വനിതകൾ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നോർത്ത് സൈഡിൽ നിന്നൊരു കുട്ടി പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. സ്കോപ്പുണ്ട്. അതെ, ഇതൊരു ആളുകൾ പോവാൻ തന്നെ മടിക്കുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് വർക്ക് ഉണ്ട്. അതാ പറഞ്ഞു, ഒരു തരത്തിലൊരു മനോധൈര്യം നമുക്കിതിന് വേണം ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ. സോ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇനി പിള്ളേർക്കാണെങ്കിലും ചിലപ്പോൾ അത് ഫിനാൻഷ്യലി ഓക്കെ ആവണമെന്നില്ല. സോ ഈ ഒരു ഡൈവിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയാണ്. കടന്നു വരുവാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ദുബായ് പോലുള്ള കൺട്രീസിലൊക്കെ അവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതാണ്. സോ അങ്ങോട്ടേക്ക് പോയി ഇവിടെ ഇന്ത്യയിൽ നിൽക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി സ്കെയിലൊക്കെ ഭയങ്കര ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, മണിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കൊമേഴ്ഷ്യൽ പഠിക്കുന്നത് തന്നെ നമ്മൾ എന്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല എനിക്കിങ്ങനെ ഡൈവൊക്കെ ചെയ്ത് നോർമലായി നടന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂബയിൽ തന്നെ നിന്നാൽ മതി. കടലിൻ്റെ അടിയിലോട്ടുള്ള ഈ പൈപ്പ് ലൈൻ അങ്ങനെയുള്ള ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഫുള്ളി മെക്കനൈസ്ഡ് ആണോ അതോ ഇത്തരം ഡൈവേഴ്സ് തന്നെയാണ് നമ്മളാണ് പോയി ചെയ്യുന്നത്? ലൈസൻസ് വേണം. അതിനാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിന്റെ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണോ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ വെൽഡിങ് എന്ന് കേട്ടിട്ടുള്ളൂ. ഞാനത് ഫസ്റ്റ് ടൈം അണ്ടർവാട്ടറിൽ പോയി ചെയ്തപ്പോൾ എനിക്കത് എന്താ പറയുക, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോ എന്താ പറയാൻ പറ്റാത്തൊരു ഫീൽ. അടിത്തട്ടിൽ നമ്മൾ പോയിട്ട് ഇത് ചെയ്യും, വെൽഡ് ചെയ്യും. അതുപോലെ തന്നെ പറ്റും. ഒന്നുമില്ല, ആ വെള്ളത്തിൽ നിന്നിട്ട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യണം. സോ അതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സ്വയം ഒരു പ്രൗഡ് എന്നൊക്കെ പറയില്ലേ, അത് കരയിലേ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് പോകുന്നു. അവിടെ കുറേ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇത് എർത്താണ്, ഞാൻ ഇല്ലാണ്ടായി പോവും, എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് പേയ്മെന്റ് ഉണ്ട് നമുക്ക്. എത്ര മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ അണ്ടർ വാട്ടർ നമുക്ക് നിൽക്കാൻ പറ്റും? അത് ഓരോ ഡെപ്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഓരോ ഡെപ്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത്ര സമയം അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് എങ്ങനെ ഈ സമയം അറിയാൻ പറ്റും? ഓക്സിജൻ നമ്മുടെ അല്ലല്ല, ഇപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഇതിന്റെ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക ചാർട്ട് ഉണ്ട്. ഇപ്പോൾ 10 മീറ്ററിൽ ഇത്ര, 18 മീറ്റർ 45 മിനിറ്റ്, 30 മീറ്ററിൽ 20, 40 മീറ്ററിൽ 8 മിനിറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചാർട്ട് ഉണ്ട്. സോ നമ്മൾ ഡൈവ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ഈ ഡൈവ് കമ്പ്യൂട്ടർ നമ്മുടെ തല മുങ്ങി തുടങ്ങിയാൽ തന്നെ ഇതിൽ ടൈം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെപ്തും കാണിക്കും. സോ 10 മീറ്ററിൽ ഞാൻ എത്തി, ഈ ടൈമും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഓൾറെഡി ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. 10 മീറ്ററിൽ ഇത്ര നേരം എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ 30 മീറ്റർ എത്തി, 30 മീറ്ററിൽ എനിക്കറിയാം 20 മിനിറ്റ് എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. സോ അത് കഴിഞ്ഞാൽ നമ്മൾ അസെൻഡ് ചെയ്തിട്ട് മേലേക്ക് വരും, അലേർട്ട് ആക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് കയറി വരും. ഈ ഓക്സിജൻ കിട്ടാതെ വരുന്ന അത്തരം സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല,
സാറ് വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ ഓക്സിജൻ ആണ് കൊണ്ടുപോകണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കറിയില്ല. അല്ല, സാധാരണ ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നത് ആ വിഷയത്തെ കുറിച്ച് സമഗ്രമായിട്ട് പഠിച്ചിട്ട് അല്ല, ഇതെന്താ നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ പ്രേക്ഷകരുടെ സംശയം എന്റെ രൂപത്തിൽ ചോദിക്കുന്നില്ല. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാവരും വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓക്സിജൻ ആണ് കൊണ്ടുപോകുന്നത്. ഓക്സിജൻ ഒരു 4 മീറ്ററിന്റെ അപ്പുറം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിഷവാതകമായി മാറും. പ്യുവർ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മൾ കൊണ്ടുപോകുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ശ്വസിക്കുന്നില്ല, ഇപ്പം നമ്മൾ ശ്വസിക്കുന്നത് 79% നൈട്രജനും 21% ഓക്സിജനുമാണ്. വെറും 21% മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസർ യൂസ് ചെയ്തിട്ട് നമ്മൾ സിലിണ്ടറിലേക്ക് എന്താക്കുന്നത്, ഫില്ല് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ അത് അറിയാഞ്ഞിട്ടാണ്. ഇപ്പം ഞാനും ഫസ്റ്റ് ടൈം ആകുമ്പോൾ എന്താ ഓക്സിജൻ, നമ്മളിപ്പോൾ എന്താ ശ്വസിക്കുന്നത് ഓക്സിജൻ എന്നുള്ളത്. നമ്മൾ ശ്വസിക്കുന്നത് വെറും 21% മാത്രം, ബാക്കി 79% നൈട്രജനാണ്. ഈ ഒരു മിക്സാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഡെപ്തിൽ നമ്മുടെ ഈ ഒരു 40 മീറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഇത് 40 മീറ്ററിൻ്റെ മേലേക്ക് പോകുമ്പോൾ ഈ കൊണ്ടുവന്ന ഇതും ടോക്സിക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ലിമിറ്റ് വെക്കുന്നത്. ഇത്ര അല്ലെങ്കിൽ 50 മീറ്റർ എന്നുള്ളത് നമ്മൾ വെക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് പോകരുതെന്ന് പറയുന്നത്. മുകളിലേക്ക് പോകണമെങ്കിൽ പിന്നീട് വേറെ വാദങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള വേറെ. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഈ കരയിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമൊക്കെ വരും സാധാരണ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് ചിലത് അടുത്ത് ഡെപ്ത് വരുന്നത് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അത് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് വരുന്നത് ഉണ്ടായിരിക്കാം. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ചില കടലുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ കുഴി പോലെ, ഇവിടെ തന്നെ പാറക്കെട്ടുകൾ പോലെയുള്ള താഴ്ത്തി, അവിടെ ചിലപ്പോൾ കറക്റ്റ് ആ ഒരു കരയിൽ തന്നെ ഞാൻ പറയുന്നത് ഈ റോക്കിന്റെ മേലെ നിന്ന് എടുത്തുനിന്ന് ചാടുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അത് 50 മീറ്ററിലേക്കുള്ളതായിരിക്കും. ഷിപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇത്തരം അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? കഴിയും. ഡെപ്ത് അനുസരിച്ച് നമുക്ക് 50 മീറ്ററിലുള്ളതാണെങ്കിൽ നമ്മളത് ഫൈൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഷിപ്പല്ല, ഇപ്പൊ ഇവിടുത്തെ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളടുത്ത് പിള്ളേർ മൊബൈലും കൊണ്ട് പോകും. മൊബൈലും കൊണ്ട് പോയിട്ട് ചാടിയിട്ട് മൊബൈൽ മിസ്സായിട്ട് നമ്മളടുത്ത് വിളിക്കും, നമ്മളത് പോയിട്ട് എടുത്തു കൊടുക്കും. കുളിക്കാൻ, അതുപോലെ തന്നെ ഈ ഫോണും പിടിച്ചങ്ങ് ചാടും. ചാടുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ എന്ത് ഈ ഫോൺ കയ്യിൽ നിന്ന് പോവും. സോ അത് നമ്മളെടുത്ത് എടുത്തു കൊടുക്കാറുണ്ട്. പോയി നമ്മളത് എടുത്തു കൊടുക്കും. അങ്ങനെയുള്ള എല്ലാം, ഈവൻ ഡെഡ് ബോഡി വരെ നമ്മൾ എടുക്കുന്നില്ലേ. ഡെഡ് ബോഡി ഇതുപോലെ ഡൈവിങ്ങിലുള്ളവരാണ് പോയിട്ട്. കരക്കടിയും ചിലത് ഇതുപോലെ മുങ്ങിപ്പോകുന്നുണ്ടായിരിക്കും. ഇത്ര ഒരു ഡേയ്സ് കഴിഞ്ഞിട്ടാണല്ലോ ബോഡി മുകളിലേക്ക് വരുന്നത്. സോ അതിന് മുമ്പ് നമ്മൾ അറിയുവാണെങ്കിൽ പോയിട്ട് എടുത്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കാൻ ചെന്ന സമയത്ത് ഇതുപോലെ അവിടെ ഉള്ളവര് പോയിട്ടുണ്ട്. വെള്ളത്തിലാകുമ്പോൾ എല്ലാ വസ്തുക്കളും വെയിറ്റ്ലെസ് ആണ്, നമുക്ക് എടുക്കാം, നോ ഇഷ്യൂസ്. പക്ഷെ മുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ എല്ലാ വസ്തുക്കളും വെള്ളത്തിനടിയിൽ വെയിറ്റ്ലെസ് ആണ്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് എത്തുന്ന വരെ ഈ വെയിറ്റ് ഒക്കെ നമുക്ക് ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന സിലിണ്ടേഴ്സ് ആണെങ്കിലും ഏകദേശം 17 കിലോ വരുന്നുണ്ട്. വെക്കുന്ന ഹെൽമെറ്റ് 14 കിലോ വരുന്നുണ്ട്. വെയിറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. നല്ല ഹെവി എക്യുപ്മെന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ അംബിലിക്കൽ ഇത് വരും, അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി വെള്ളത്തിലേക്ക് എത്തുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കരയിൽ നിന്ന് മാത്രമാണ് നമുക്കിതൊന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്. കഴുത്ത് വേദന, നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. നമുക്ക് ഫസ്റ്റ് ഡേ എന്നൊക്കെ നമുക്ക് എന്തൊരു ജിമ്മിൽ പോവുകയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് പെയിൻ ഉണ്ടാവില്ല, പിന്നെ അത് യൂസ്ഡ് ആയി പോകും. എന്നപോലെ തന്നെ പെയിന്, കഴുത്ത് വേദന, എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെ ഇഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ഈ കരിയർ ഇനി ഉപേക്ഷിക്കില്ല. ഇല്ല, ഉപേക്ഷിക്കില്ല എന്നാണ്. ഇല്ല, ചെയ്യില്ല. ഞാൻ ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇല്ല, നമ്മൾ മെഡിക്കൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല. അതായത് ഡൈവ് പ്രൊഫഷണൽ ലെവലിലേക്ക് ആവണമെങ്കിൽ നമുക്ക് 18 വയസ്സ് കഴിയണം. അതല്ല ഇപ്പോൾ പിള്ളേർക്ക് വരെ, ഇപ്പോൾ ഒരു 9 വയസ്സിന് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് വരെ വന്ന് ഡൈവ് ചെയ്യാം. അണ്ടർ വാട്ടറിൽ വന്നിട്ട് കാഴ്ചകൾ കാണാം. അവർക്ക് ജൂനിയർ ഓപ്പൺ വാട്ടർ എന്നുള്ള കോഴ്സുകളുണ്ട്, അതിൻ്റെ മേലേക്കുള്ള കോഴ്സുകളുണ്ട്. പക്ഷെ ആ കുട്ടികൾ എന്നെ പോലെ ഒരു പ്രൊഫഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ 18 വയസ്സ് നമ്മൾ കഴിയണം. അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയില്ല. ഗർഭിണികൾക്ക് പാടില്ല. കാരണം അണ്ടർ വാട്ടറിലേക്ക് പോകുന്നവരും പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ അത് അബോർഷനിലേക്കൊക്കെ പോകും. പക്ഷെ അതേസമയം പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ അതങ്ങനെ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ഡേ മാറ്റി വയ്ക്കാന്നുള്ളൂ. പീരീഡ്സിൻ്റെ ഒന്നും പേര് പറഞ്ഞിട്ട് ഞാനിതുവരെ ഒരു ലീവൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്. സോ നമുക്ക് അത്രയും എന്താ പറയുക,
എല്ലാവർക്കും ഒരേ പീരീഡ്സിന്റെ ഡേയ്സിലൊക്കെ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഭയങ്കര എനിക്ക് ആ ഒരു ഡൈവ് ചെയ്ത എൻ്റെ ഡേ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ബോഡി വെറ്റാവില്ലല്ലോ. ഇല്ല, നമ്മൾ വെറ്റ് സൂട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. വെറ്റാവും, നമ്മുടെ ബോഡി നനയും, പക്ഷെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാണ്. നനയും അങ്ങനെ നനയാതിരിക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത് അത് കറക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് നമ്മളെ ബോഡി തണുപ്പിക്കാതെയും ഒരുപാട് ബോഡി നമ്മുടെ ചൂടാക്കാതെയും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാ സാധാരണ മാറിയും കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 mm 2 mm ഒക്കെ തിക്നെസ് മതി നമ്മുടെ ഡ്രസ്സിന് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലാവുന്ന സമയത്ത് ഞാൻ 7 mm യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 8, 9 പോകും, തലയൊക്കെ മരവിച്ച് പോകുന്ന രീതിയിലുള്ള തണുപ്പായിരിക്കും. സോ ഐസ് ഡൈവിങ് ചെയ്യുന്നവരുണ്ട്, അതെന്ന് പറയുമ്പോൾ ഫുൾ ഐസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിന് ഈ പറയുന്ന മറ്റേ ഹോട്ട് വാട്ടറിൻ്റെ സ്യൂട്ടൊക്കെ ഉണ്ട്, അത് വെച്ച് ചെയ്യും. അങ്ങനെയുള്ള സൂട്ടുകളും തന്നെ ഒരുപാട് വിധത്തിലുണ്ട് ഓരോ വെള്ളത്തിനനുസരിച്ച്. അതിലെ കണ്ട് ഏതെങ്കിലും ഈ കടൽ ജീവികൾ എന്തെങ്കിലുമൊക്കെ കൗതുകം വരുത്തിയിട്ടുണ്ടോ? കടലിൻ്റെ അടിത്തട്ടിൽ എന്തെങ്കിലും കുസൃതികൾ, കൗതുകം? ഇല്ല, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അപകടം ഉണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഞാനായിട്ട് അത് വരുത്തി വെച്ചിട്ടില്ല ഇതുവരെ. ചോദിച്ച മീന്, അത്തരം ഈ കടൽ രസകരമായ ജീവികളുടെ എന്തെങ്കിലും കുസൃതിയോ അങ്ങനെയൊക്കെ? അതായത് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇതുപോലെയുള്ള ആനിമൽസിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ, അതായത് പക്ഷെ ഇതുപോലെ തന്നെ ഫിഷുകൾ തമ്മിൽ റെക്കോർഡിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ഹെൽമെറ്റിൽ നമുക്ക് സംസാരിക്കാം, മുകളിലുള്ള സൂപ്പർവൈസറായിട്ട് സംസാരിക്കാം, അതിലൊരു ക്യാമറ ഉണ്ടായിരിക്കും, ടോർച്ച് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. സോ അപ്പം അങ്ങനെ ഒരിക്കൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് 2 ഫിഷുകൾ തമ്മിലുള്ള അവർ തമ്മിൽ സെക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം നമുക്കത് ലൈക്ക് വേറെ അനിമൽസ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും, പക്ഷെ ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെ ഭയങ്കര എൻ്റെ കൈൻ്റെ അത്ര വലിപ്പം തന്നെ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമായിട്ട്. കാരണം കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവരെന്താണ് ചെയ്യണമെന്നുള്ളത് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ അതിൽ ഒരു ഫിഷ് എന്നെ അറ്റാക്ക് ചെയ്യാനാണ് നോക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവരെന്നോട് വേണ്ട പൊക്കോ, നീ ഇവിടെ വേണ്ട എന്നുള്ള രീതി. പക്ഷെ ഞാൻ കുറച്ചൊക്കെ വിളിച്ചിരുന്ന് കണ്ടു. ഞാനത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യില്ല, കുറച്ച് മാറി നിന്നിട്ട് റെക്കോർഡ് ചെയ്ത് അവരെ കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമുക്കുണ്ടാവും. അതൊക്കെ ഫണ്ണായിട്ട് എടുക്കുക, രസമായിട്ട് എടുക്കുക. അതുപോലെ വീട്ടുകാരെങ്ങനെയായിരുന്നു ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ? മകൾ കടലിൽ ചാടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവര് നിലവിളിച്ചോ? അച്ഛൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് വൈറലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര എൻ്റെ മുമ്പിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. പിന്നെ ഞാൻ എങ്ങനെ ഇത് ഇവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കരമായിരുന്നു. കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് കടലും ഇല്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ അവർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻ, അവിടെ പോയിട്ട് എന്താ മോള് ചെയ്യേണ്ടത്, കടലിൻ്റെ അടിയിലേക്ക് പോകണോ, സർഫേസിൽ മാത്രമാണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇന്നും ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയാം, കടലിൻ്റെ അടിയിലേക്ക് പോകണ്ട, ഞാൻ ഓഫീസിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ എപ്പോഴും പാനിക്കാക്കാണ്ടേ നോക്കത്തുള്ളൂ. പിന്നീട് എൻ്റെ അങ്കിള് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് അച്ഛൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അങ്കിള് പറഞ്ഞു കൊടുത്തു, അവൾ ഓക്കെ ആണെങ്കിൽ പൊക്കോട്ടെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ ആ ഒരു ഡിസ്കഷന് ശേഷമാണ് ഞങ്ങൾ കോവളത്തേക്ക് പോകുന്നത്. അവിടെ പോയപ്പോൾ അമ്മയ്ക്ക് കുറച്ചൊരു ഇതുണ്ട്. കാരണം പറഞ്ഞ പോലെ പുരുഷന്മാർ മാത്രം ഉള്ളൊരു ഏരിയ, ഇനി അതിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അണ്ടർ വാട്ടറാണ്. അവിടെ എന്നെ ഒരാൾ തൊടാനോ പിടിക്കാനോ ഒന്നിനും വരില്ല. കാരണം എല്ലാവരും ഒരു ബ്രീത്തിൻ്റെ ഒരു ഇതിൽ പുറകിലാണ് നിൽക്കുന്നത്. എന്നെ എന്തെങ്കിലും ടച്ച് ചെയ്താൽ എനിക്ക് അതുകൊണ്ട് വലിച്ചിട്ടാൽ മതി. സോ അവരും തീരും ഞാനും തീരും, അത്രയേ ഉള്ളൂ. അല്ല ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്ന പോലുള്ള ഒരു തരത്തിലുള്ള സംഭവം അണ്ടർ വാട്ടറിലില്ല. ഞാൻ അവിടെ സേഫാണ്. അവിടെ ഒരു ശ്വാസം അല്ലേ? അതെ, ഒരു ശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ അവരും ആ ശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ഞാനും അതിന് വേണ്ടിയിട്ടാണ്. സോ അവരാരും നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നിനും തന്നെ വരില്ല. എന്നെ സംബന്ധിച്ചുള്ള അണ്ടർ വാട്ടറിൽ ഞാൻ സേഫാണ്, 100% ഞാൻ സേഫാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നമുക്ക് മതമോ ജാതിയോ ഒന്നുമില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സോ നമ്മളെല്ലാവരും ഒന്നുപോലെ പോയി ഡൈവ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ഒരു ടോക്കില്ല. അവിടെ ഇന്ന ജാതിയിൽ പോയിട്ടുന്നവർ അവിടെ പോകരുത്, ഇന്ന ജാതിയിലുള്ളവർ ഇവിടെ നിൽക്കരുത്, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ടോക്കും ഇല്ല. എല്ലാവരും ഒന്ന് എന്നുള്ള അതാണ് സത്യത്തിൽ അണ്ടർ വാട്ടർ. എല്ലാവരും ഒന്നാണ് അവിടെ. ഈ അടുത്ത കാലത്ത് ഞാൻ വിദേശത്ത് എവിടെയോ ഇപ്പോഴൊരു പത്രവാർത്ത ഓർമ്മ വന്നതുകൊണ്ടാണ്, ഒരു വിവാഹം നടക്കുന്നത് അണ്ടർ വാട്ടറിലാണ്. ഇവിടെ കോവളത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അണ്ടർ വാട്ടറിൽ വെച്ചിട്ട്.
കുറച്ച് മുമ്പായിരുന്നു. അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ രണ്ടുപേര് താഴേക്ക് പോകുന്നു. അവര് കിറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നു, കല്യാണ ഡ്രസ്സിലായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വിവാഹം തോന്നുന്നുണ്ട്, വിദേശികൾ തന്നെ തോന്നുന്നുണ്ട്. ആ ചേച്ചി ആരോ ഒന്ന് വിദേശി എന്തോ ആയിരുന്നു. എന്നിട്ട് അവര് ഇതുപോലെ അത് അറേഞ്ച് ചെയ്തതും ഞാൻ പഠിച്ച ബോട്ട് സഫാരി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, ബട്ട് എനിക്ക് ആണ് അവരെന്നെ തോന്നുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് അതുപോലെ ഓലയൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് മണ്ഡപം ചെറിയ, അതായത് വലിയ രീതിയിലൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് കുറേയും കൂടി പുറകിലേക്കാണ്. ഇന്ന് നമുക്ക് അതിലും കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവരവിടെ അണ്ടർവാട്ടറിൽ കല്യാണം നടത്തി കാര്യങ്ങൾ. ഈവൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഇതിനു മുമ്പ് കഴിഞ്ഞതായിരുന്നു. ഞങ്ങളും പാരൻസിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് നടത്തി. ഞങ്ങൾ രണ്ടുപേരും അണ്ടർവാട്ടറിൽ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ മൊമെൻറ്റും ഞങ്ങൾ അണ്ടർവാട്ടറിൽ വെച്ചിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആളുകൾ. എൻ്റെ പാർട്ട്ണർ ഇതായിരുന്നു, ഡൈവിങ് തന്നെയായിരുന്നു. സോ അടിപൊളിയായിട്ട് നല്ല രസമാണ് അണ്ടർവാട്ടറിൽ. അതെ, ഇല്ല. പിന്നെ ഇപ്പോ രണ്ടുപേരും ഡൈവിങ്ങിന്റെ ഒരു ഫീൽഡ് ആയപ്പോ കടലിനടിയിൽ നമുക്ക് വസ്ത്രങ്ങൾ മാറ്റാൻ കഴിയുമോ? വൈ നോട്ട്, നമുക്ക് എല്ലാം ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ ഊരി വെച്ചിട്ട് ഈ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മുടെ വായിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതല്ല, ഇപ്പൊ സ്കൂബയിലാണെങ്കിൽ നമ്മുടെ അത് ടാങ്കിന്ന് ഇവിടെ ഈ പുറകെ വശത്ത് നമ്മുടെ ടാങ്ക് വരും, അവിടെ തന്നെയാണ് നമുക്ക് ഇതാക്കിണ്ടിരിക്കുക. കൊമേഴ്ഷ്യൽ നമുക്ക് എയർ കിട്ടുന്നത് ഹെൽമെറ്റിനുള്ളിലൂടെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഊരി വെച്ച് ഇതാക്കാം. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറാന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. എന്നോട് ഡ്രസ്സ് മാറാൻ പറഞ്ഞാൽ ഞാൻ മാറും, കാരണം സിമ്പിൾ ആണത്. ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാം ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അണ്ടർവാട്ടറിനുള്ളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ആ ഒരു ലോകം എന്ന് പറയുന്നത്. രസമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അല്ല, നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാതിരിക്കുന്നു അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ അതിലൊക്കെ എനിക്ക് കുറേ കൂടി ധൈര്യം കിട്ടുന്നു എൻ്റെ ലൈഫിൽ. എനിക്ക് മീൻസ് ഒന്നിന്ന് ഞാൻ അങ്ങനെ പേടിച്ച്, പണ്ടൊക്കെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട്. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. ഞാൻ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ചെയ്യണം, വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ എന്നെ ഈ ഒരു ജോലി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്നെ തോന്നിയിട്ടുണ്ട്. കരയിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് കടലിലും. അതെ, മീനൊന്നും നമ്മുടെ ഭാഗങ്ങളൊന്നും കൊണ്ടുപോകാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ സ്ഥലം ഒക്കെ നമ്മൾ അന്വേഷിച്ച് ലോക്കൽസിൻ്റെ അടുത്തൊക്കെ എൻക്വയറി നടത്തി അങ്ങനെ വേണം നമ്മൾ ഓരോ ലൊക്കേഷനും കണ്ടെത്താനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഷാർക്ക് ഉള്ള നമ്മൾ മാൽദീവ്സിലൊക്കെ നമുക്ക് ഷാർക്ക് ഡൈവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഗേജ് ഡൈവ് ഉണ്ട്. നമ്മൾ ഗേജിൽ ഇറങ്ങി പോകുന്നു. അക്രമകാരികളായിട്ടുള്ള ടൈഗർ ഷാർക്കുകളൊക്കെ നമ്മുടെ അടുത്തു കൂടെ വന്നിട്ട് പോകുന്നത്. അതൊരു സിനിമ തന്നെയുണ്ട്, 40 ഫീറ്റ് എന്തോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ തന്നെയുണ്ട്. അതിൽ നടക്കുന്ന പോലെ തന്നെ നമുക്ക് അവരെല്ലാം അടുത്തേക്ക് വരും, ഒന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഷാർക്ക് ഡൈവ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. കൈകാലുകൾ ഇതുപോലെ കിടന്ന് മൂവ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ കൂടെ വരുന്ന ആൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർ വന്നിട്ട് അത് കഴിച്ചിട്ട് പോകും. കറക്റ്റായിട്ട് എവിടെയാണോ നിങ്ങൾ തന്നെ എടുത്തത് അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയി ആക്കി തരും ചെയ്യും. ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഹറിബറി കൂട്ടാതിരുന്നാൽ മതി. വെള്ളത്തിനടിയിൽ എന്ന് പറയുന്നത് ഭയങ്കര കാമൻ ക്വയറ്റാണ്. അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണ പോലുള്ള ഒരു തല്ലുപിടുത്തം അവിടെ നടക്കത്തില്ല. അത് നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഈ കരിയറിൽ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ കാണുന്നത്? ഫ്യൂച്ചർ ഇനി എനിക്ക് ഇതിൻ്റെ തന്നെ സാച്ചുറേഷൻ കോഴ്സുകളുണ്ട്. അതായത് കുറേയും കൂടെ ഒക്കെ ഡെപ്ത് പോകുന്നത്, ഇനിയും കൂടുതൽ ഡെപ്ത് പോകുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പോകുന്തോറും പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആഗ്രഹം തന്നെയാണ് എനിക്കും, ടൈറ്റാനിക് ഒന്ന് കാണണം എന്നുള്ളത്. മുങ്ങിപ്പോയ ടൈറ്റാനിക്. പക്ഷെ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഏതെങ്കിലും രീതിയിൽ അത്, അതെ, അവിടെ പോയിട്ടുള്ള സബ്മറൈൻസ് ഒക്കെ പൊട്ടിത്തെറിച്ച് പോകത്തല്ലേ പോയിട്ടുള്ളൂ. പക്ഷേ ഏതൊരാൾക്കുള്ള ഒരു ആഗ്രഹം പോലെ തന്നെയാണ് ടൈറ്റാനിക് ഒന്ന് പോയി കാണുക എന്നുള്ളത്. പറ്റില്ല എന്നറിയാം, പക്ഷെ ആഗ്രഹമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഡൈവ് ചെയ്യുന്ന, കടലിലേക്ക് ജമ്പ് ചെയ്യാം, ദെൻ ഡൈവ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് ഇത്രയുമല്ല. അപ്പൊ ഇതൊന്നും നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇഷ്ടമാണ് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ മരിക്കുന്നതിന് മുമ്പ് എല്ലാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങോട്ട് സ്കൈ ഡൈവിംഗ് ഒക്കെ ഇതൊന്നും
ഇതായിട്ടുള്ളൊരു കാര്യമല്ല തോന്നുന്നത്. എന്തായാലും സ്കൈ ഡൈവിംഗ് എനിക്ക് പഠിക്കണം എന്ന് ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. കേരളത്തിലൊരു ഈ സ്കൂബ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട്, അത് പ്ലാനിങ്ങിലുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അത് കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ ആയിക്കോട്ടെ, നമ്മളത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ചെയ്തു. അതെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് പോലീസ് ആവാൻ പറ്റിയില്ല എന്നല്ല, അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ഇന്നിപ്പോൾ ഓൾ കേരള കോസ്റ്റൽ പോലീസിൻ്റെ ഒഫീഷ്യൽ ട്രെയിനറായിട്ട് 3 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഇന്നും അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഏതൊരു ബീച്ചിലേക്ക് പോയാലും നമ്മുടെ ആളാണല്ലോ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതാ പഠിപ്പിച്ചതിൻ്റെ ഒരു ഇത്, ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളെന്നും കാത്ത് സൂക്ഷിക്കുന്നു. ഇവിടെ ഉണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്. ഇവിടെ വരുന്ന സമയത്ത്, ഞാൻ വിഴിഞ്ഞം പോണ സമയത്ത് അവരെന്നെ കാണും, ഞങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ ഈ കൊമേഴ്ഷ്യൽ സ്കൂബ ഡൈവിംഗ് ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ വിദേശത്ത് ഏത് രാജ്യത്ത് വിസ അപ്ലൈ ചെയ്താലും കിട്ടുമല്ലോ അല്ലേ? കിട്ടും. നമുക്ക് വേറൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് IELTS നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഏതൊരു കോഴ്സിന് പോകുമ്പോഴും IELTSന് ഇത്ര ബാൻഡ് വേണം എന്നുള്ള ഒരു സംഭവമുണ്ട്. എവിടെ വേണമെങ്കിലും പോവാം. അവിടെ എല്ലായിടത്തും, ഇപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്ക പോയപ്പോൾ അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇത് IELTS ചോദിച്ചിട്ടൊന്നുമില്ല. സോ അതുപോലെ തന്നെ എവിടെ പോവുകയാണെങ്കിൽ നമുക്ക് IELTSൻ്റെ ആവശ്യമില്ല. നമ്മളങ്ങ് സംസാരിച്ച് തുടങ്ങുക, അല്ല വർക്ക് ചെയ്ത് തുടങ്ങുക, മുന്നോട്ട് പോവുക. അത് വേൾഡ് വൈഡ് നമുക്ക് എന്താണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ പാഡിയുടെ ആണെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ സൗത്ത് ആഫ്രിക്ക, അവിടെയുള്ള കൺട്രീസിലാണ്. സോ വേൾഡ് വൈഡ് നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യാം, രാജ്യങ്ങൾ കാണാം. അങ്ങനെ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടാകെ രോമാഞ്ചം കൊണ്ടു, പക്ഷേ പേടി ഇപ്പോഴും മനസ്സിൽ കിടക്കുക. ഇല്ലില്ല, എന്താ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഡൈവ് ചെയ്യണം, അണ്ടർ വാട്ടറിലെ കാഴ്ചകൾ കാണണം. അത് ലൈഫ് ലോങ് നമ്മൾ മറക്കത്തില്ല. ഹാർട്ടിന് പ്രശ്നം ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർ മാറി നിൽക്കും. ഇപ്പോൾ ഒരു അറ്റാക്ക് കഴിഞ്ഞ വ്യക്തി, അതുപോലെ തന്നെ ആസ്മയുള്ള ആളുകൾ. എനിക്ക് അതൊന്നുമില്ല. കടലിലേക്ക് ചാടുമ്പം എന്തെങ്കിലും ഇഷ്യൂസ് അല്ല, ഇതുവരെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും. ഓക്കെയാണ്, BP എല്ലാം ഓക്കെയാണ്, നോ ഇഷ്യൂസ്. അങ്ങനെയുള്ള ധൈര്യം മാത്രം മതി. അല്ല, അങ്ങനെ പ്രശ്നമില്ലാന്ന്. നമുക്ക് എന്താ എല്ലാത്തിലും നമ്മൾ എന്തിനാ പേടിക്കണം? നമുക്ക് ശ്വാസം കിട്ടിയാൽ നമുക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാം അല്ലേ? ആ ശ്വാസം നിങ്ങൾക്ക് അണ്ടർ വാട്ടറിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഈക്വലൈസിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. പ്രഷർ കൂടുന്നതോടെ നമുക്കത് നമ്മുടെ ചെവിനെ എഫക്റ്റ് ചെയ്യും. സോ അതൊന്ന് ഈക്വലൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരുന്ന ഡൈവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അയാളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഒറ്റയ്ക്ക് വിടില്ല. ഇതൊരു ബഡി സിസ്റ്റമാണ് നമ്മൾ. സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവർ നിങ്ങളെ ഞാൻ പറഞ്ഞത്, എവിടെയാണോ നിങ്ങളെ എടുത്തത് അവിടെ അവരാക്കിത്തരും. അതാണ് അവരുടെ ഡ്യൂട്ടി. അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യും. അതാണ് ഓരോ ഡൈവറും ചെയ്യുന്ന കാര്യങ്ങൾ. അതെ. നിങ്ങളുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. ആ ഒരു 30 മിനിറ്റെങ്കിൽ 30 മിനിറ്റ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങളുടെ ലൈഫിനൊന്നും പറ്റാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കൗതുകം ഉണർത്തുന്ന രസകരമായ ഒരു പ്രൊഫഷൻ. തീർച്ചയായിട്ടും അതുല്യമായിട്ടുള്ള ഈ അഭിമുഖം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. കടലിലെ കൗതുക കാഴ്ചകളും ഒപ്പം ജീവിതവും ഇഴ ചേർത്തുകൊണ്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ, അനുഭവക്കുറിപ്പുകൾ ഇനിയും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുമുട്ടാം. പ്രേക്ഷകർക്ക് അതുല്യയുടെ ഈ ഒരു വിലപ്പെട്ട ഉപദേശം അവരുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.